ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് ചിക്കൻ വെച്ചിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. ഒരു ബൗളിലോട്ടൊരു 3 മുട്ടയും പാകത്തിനൊപ്പം 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ കൂട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. മുട്ട ഇവിടെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് ചിക്കി എടുക്കുക. മുട്ട ഈ ഒരു രീതിക്കാക്കി എടുക്കുക. ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പും കുരുമുളകും ഇട്ട് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുത്തത്. ചിക്കൻ ഓയിലിൽ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനൊപ്പം ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ആക്കി വെച്ച മുട്ടയും 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ടേസ്റ്റി ആൻഡ് ഈസി സിമ്പിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും.